അപ്പോൾ മക്കളെ ഇന്നലെ ജർമ്മനി വേഴ്സസ് ഇക്വഡോർ മാച്ച് കണ്ടവർക്കറിയാം. ഇക്വഡോർ ജർമ്മനിയെ 2-1 അടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ മുമ്പിട്ടുണ്ടായിരുന്നു ജർമ്മനിയുടെ കുറിച്ച് ജർമ്മനിയുടെ വേൾഡ് കപ്പിലെ സാധ്യതകളെ കുറിച്ചിട്ടും ജർമ്മനിയുടെ വീക്ക് പോയിന്റിനെ കുറിച്ചിട്ടും. അപ്പോൾ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്വഡോറിനെതിരെയുള്ള കളി കുറച്ച് ടൈറ്റ് ആയിരിക്കും. കാരണം ഇക്വഡോർ കുറച്ച് ശക്തിയുള്ള ടീമാണ്. അപ്പോൾ അന്ന് കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു. മെയിനായിട്ട് ജർമ്മൻ ഫാൻസാണ്. ഈ ഓഫ് കോഴ്സ് ഞാൻ ജർമ്മനിയെ നല്ല ഇഷ്ടപ്പെടുന്നൊരു സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നമുക്ക് ഒരിക്കലും ബിഗ് ടീംസ് ആരും പുറത്താവണമെന്ന് ആഗ്രഹമില്ല. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഈ വേൾഡ് കപ്പിൽ ഒരിക്കലും ബിഗ് ടീംസ് അതായത് ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ്, അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ ഇതുപോലെ ടീമുകളൊന്നും റൗണ്ട് ഓഫ് 32 പുറത്ത് പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എന്നാലാണ് കാരണം നമുക്ക് ക്വാർട്ടർ ഫൈനൽ റൗണ്ട് ഓഫ് 16 കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ എന്നിരുന്നാൽ പോലും ഞാൻ അങ്ങനെ ഒരു പ്രഡിക്ഷൻ കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് പറഞ്ഞു, അങ്ങനെ ജർമ്മനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അതായത് ജർമ്മനി പല ആൾക്കാർ ജർമ്മനി ഫാൻസിനെ വിചാരിച്ചിട്ടുണ്ട്. നമ്മളിത് ഇന്നും തന്നെ തുടങ്ങിയൊന്നുമല്ല. കാരണം ഇക്വഡോർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് ടീമാണ് ലാറ്റിൻ അമേരിക്കയിൽ. അത് അർജന്റീനക്കെതിരെ ബ്രസീലിനെതിരെ കളിക്കുമ്പോൾ നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആയിട്ടുണ്ട് ജർമ്മനി. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളെ പ്രഡിക്ഷൻ തന്നെയാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. ജർമ്മനി തന്നെയാണ് ഗ്രൂപ്പിൽ വിന്നർ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് കാര്യങ്ങൾ നമുക്ക് കണ്ടറിയാം. അപ്പോൾ കൂടുതൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് റൗണ്ടിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള മത്സരങ്ങൾ എങ്ങനെയായിരിക്കും, ഫിക്സേഴ്സ്, വിന്നിങ് ചാൻസസ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. ഓക്കെ.